ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നവരെന്ന് നമ്മൾ കുറച്ച് കാണുമ്പോഴാണ് നമുക്ക് ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നവരെന്ന അർത്ഥമല്ല. ഭാരതീയർ എന്നുള്ളതിൻ്റെ മറ്റൊരു വിളിപ്പേരാണ് ഹിന്ദുസ്ഥാൻ. ഹിന്ദുത്വ എന്ന് പറയുന്ന വികാരം നിങ്ങൾ വീണ്ടും അതിനെ മതപരമായി ചുരുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആ ഹിന്ദു എന്നുള്ള എന്ത് പേര് വേണം ഉപയോഗിച്ചു. ഭാരതീയത ജവഹർലാൽ നെഹ്റു കൊടുത്ത ഒരു റോങ് എന്നാണ് പറയുന്നത് പെർസെപ്ഷനാണ്. അങ്ങനെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ കീഴടക്കി. ഇപ്പം എല്ലാവരും കോൺഗ്രസ്സിലായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് സമരം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കും ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് കോൺഗ്രസിൻ്റെ ജന്മലക്ഷ്യം കഴിഞ്ഞു. മുഖവരകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. മാധ്യമ ചർച്ചകളിലൂടെ ശ്രദ്ധേയനായ BJPയുടെ വക്താവ്, BJPയുടെ സ്പോക്ക് പേഴ്സൺ സന്ദീപ് വചസ്പതിയാണ് ഇന്ന് നമ്മളോടൊപ്പം. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ അലങ്കാരിതമായി പറഞ്ഞ ആ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, BJPയുടെ സ്പോക്ക് പേഴ്സൺ സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന സാധാരണക്കാരനായ മനുഷ്യനിൽ നിന്ന് BJPയുടെ സ്പോക്ക് പേഴ്സണിലേക്കുള്ള ദൂരം എന്തായിരുന്നു? അതിൻ്റെ പിന്നിലെ കഥകൾ എന്തായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ വളരെ ചെറുപ്പം മുതൽ തന്നെ എന്താ പറയുന്നത് BJP അല്ലെങ്കിൽ RSS രാഷ്ട്രീയത്തിൽ കൂടിയാണ് പൊതുപ്രവർത്തനം തുടങ്ങുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ ഏകദേശം 4-5 വയസ്സ് മുതൽ തന്നെ ശാഖകളിൽ പോയിട്ടാണ് പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം നാട്ടിൽ പ്രാദേശികമായ കുറേ ചുമതലകളൊക്കെ ഉണ്ടായിരുന്നു. ജില്ലാതലങ്ങളിൽ വരെ ചുമതലകളുണ്ടായിരുന്നു. ആ ചുമതലകളൊക്കെ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മാധ്യമപ്രവർത്തകനായി ജോലി കിട്ടി. ഏഷ്യാനെറ്റ് ന്യൂസിൽ എൻട്രൻസ് എഴുതി. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ജോലി ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് രാജിവെച്ച് മാതൃഭൂമിയിൽ പോയി. മാതൃഭൂമി ന്യൂസിൻ്റെ ലോഞ്ചിങ് ഞങ്ങൾ കുറേ ആൾക്കാർ ചേർന്നായിരുന്നു. ആദ്യത്തെ സ്റ്റാഫുള്ള ഒരാളാണ് ഞാൻ മാതൃഭൂമി ന്യൂസിൻ്റെ. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് ഏകദേശം 10-12 വർഷത്തോളം മാധ്യമപ്രവർത്തനമായി ജോലി ചെയ്തതിന് ശേഷമാണ് പിന്നീട് വീണ്ടും സംഘടനാപരമായ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി രാജിവെച്ച് അന്ന് ശ്രീ കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കും. അദ്ദേഹത്തിൻ്റെ മീഡിയ സെക്രട്ടറി എന്ന നിലയിലാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മീഡിയ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം എന്ന ഒരാവശ്യം വന്നപ്പോഴാണ് അങ്ങനെ വന്നു. അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന മീഡിയ സെല്ലിൻ്റെ കൺവീനറായി, പിന്നെ പടിപടിയായി ഇപ്പോൾ സംസ്ഥാന വക്താവ് വരെയായി. ഇതാണ് ആ ഒരു യാത്ര. ശരി. ഇപ്പോൾ നവമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അന്തിച്ചർച്ചകളിലൂടെ ശ്രദ്ധേയരായ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഈ പറയുന്നത് പോലെ താഴെത്തട്ടിൽ ജനങ്ങളുമായി ഇടപെട്ട് നിന്ന് ആളുകളായിരുന്നു പിന്നീട് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന അന്തിച്ചർച്ചകൾ, മാധ്യമ ചർച്ചകളൊക്കെ നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം സന്ദീപ് വചസ്പതി എന്ന താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അങ്ങനെയാണ്. ഇപ്പോൾ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുപ്രവർത്തനം തീർച്ചയായും ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അതിന് പരിഹാരം കാണുക എന്നുള്ളത് തീർച്ചയായും അതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ പ്രാഥമികമായ ജോലി. പക്ഷെ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്രയേറെ മാധ്യമങ്ങളുടെ ഒരു സജീവ സാന്നിധ്യം, ഒപ്പം താങ്കൾ പറഞ്ഞതുപോലെ നവമാധ്യമങ്ങൾ എന്നറിയപ്പെടുന്ന ഫേസ്ബുക്കിലായാലും അങ്ങനെ തുടങ്ങുന്നുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി വളരെ പെട്ടെന്ന് വിസിബിലിറ്റി കിട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നത്. വളരെ പെട്ടെന്ന് അങ്ങനെയാണ് ജനശ്രദ്ധയിലേക്ക് വരാനുള്ളൊരു കാരണം തീർച്ചയായും ഈ ഒരു ആധുനിക ഈ മാധ്യമങ്ങളുടെ ഡെൻസിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സജീവത കൊണ്ട് തന്നെയാണ്. പക്ഷേ എന്ന് വിചാരിച്ച് പണ്ടുള്ള നേതാക്കന്മാരാരും ഇത്രത്തോളം വിസിബിലിറ്റി ഇല്ലാത്തവരൊന്നും ആയില്ല. ഒരുപക്ഷെ ഇന്നുള്ള നേതാക്കന്മാരെക്കാൾ എത്രയോ ഉയർന്ന തലത്തിലുള്ളവരായിരുന്നു അവർ. കുറച്ചുകൂടെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ തീർച്ചയായും കാര്യം അവരൊക്കെ വളരെ സീസൺഡ് പൊളിറ്റീഷ്യൻസാണ്. സീസൺഡ് പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ദൈനംദിനമായി ഇടപെട്ട് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് സമരം ചെയ്ത് ജയിലിൽ പോയി അങ്ങനെയൊക്കെ ആയിരുന്നു നേതാക്കന്മാർ വന്നിരുന്നത്. പക്ഷേ സ്വാഭാവികമായും അങ്ങനെയുള്ളവർ മാത്രമാണ് നേതാക്കന്മാരെന്നും എനിക്ക് അഭിപ്രായമില്ല. കാലഘട്ടം മാറി. കാലഘട്ടം മാറുമ്പോൾ തീർച്ചയായും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറയും, രാഷ്ട്രീയക്കാരൻ്റെ പരമമായ കർത്തവ്യം ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു എന്താണ് പറയുന്നത്, ചെറിയതെങ്കിലുമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതിനെ വലിയ ഒരു ദൗത്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. കാര്യം ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ആശയങ്ങളുടേതാണ് സമരം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ എവിടെയെങ്കിലും കേരളത്തിലുള്ളതുപോലെ ഒരു അക്രമാസക്തമായ രാഷ്ട്രീയമുണ്ടെന്ന്. അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെറ്റ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് സമരം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കും ജയിലിൽ കിടന്നിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ അതൊരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മളുടെ നേതാക്കന്മാർ ഓഫ് കോഴ്സ് അത് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ സ്വന്തം സർക്കാരിനോട് പോലും അല്ലെങ്കിൽ സ്വന്തം ജനങ്ങളുടെ പൊതുമുതൽ നശിപ്പിച്ച് ജയിലിൽ പോവുക, പോലീസിൻ്റെ തലയടിച്ച് പൊട്ടിക്കുക,
എതിർ രാഷ്ട്രീയക്കാരനെ ശാരീരികമായി മർദ്ദിക്കുക, ഇതൊക്കെയാണ് പൊതുപ്രവർത്തനത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പൊതുപ്രവർത്തകനല്ല. അത് തീർച്ചയായിട്ടും സമ്മതിക്കേണ്ടി വരും. പക്ഷേ അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫാൾസ് നറേറ്റീവാണ്. അപ്പോൾ ജയിലിൽ കിടക്കാത്തവർ, പൊതുമുതൽ ബസ്സിന് കല്ലെറിയാത്തവർ, അവരൊന്നും അതാണ് എന്തിനാണ് ഇവർ ജയിലിൽ കിടന്നതെന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പോലീസിനെ അടിച്ചതിനോ അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് ജയിലിൽ കിടന്നത്. അതിൻ്റെ കോസ് ചിലപ്പോൾ ഒരു പൊതു കാര്യമായിരിക്കാം, അവർ സമരത്തിന് ഇറങ്ങുന്ന പൊതു കാര്യത്തിനായിരിക്കാം. പക്ഷേ ജയിലിൽ പോയത് അതിന് വേണ്ടിയിട്ടല്ല. ജയിലിൽ പോകുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നതിനാണ്. അപ്പോൾ പൊതുമുതൽ നശിപ്പിച്ച് ജയിലിൽ പോകുന്നതാണ് പൊതുപ്രവർത്തനത്തിൻ്റെ മാനദണ്ഡം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെറ്റ് ചെയ്ത ഒരു നറേറ്റീവാണ്. അതിനെയൊക്കെ മാറ്റേണ്ട കാലഘട്ടം നമ്മൾ നോക്കുക. കേരളത്തിന് വെളിയിലെങ്ങും അങ്ങനെ ഇല്ലല്ലോ. കേരളത്തിലും രാഷ്ട്രീയക്കാരുണ്ടാകും. കേരളത്തിൽ എത്ര രാഷ്ട്രീയക്കാർക്കാണ് ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയിട്ടുള്ളത്? അപ്പോൾ ദേശീയ തലത്തിൽ വരുന്ന ആരും അക്രമാസക്തമായ രാഷ്ട്രീയത്തിൽ കൂടി വന്നവരല്ല. ആശയപ്രചരണം വലിയൊരു ഘടകമാണ്. നമ്മളുടെ സംഘർഷത്തിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്. ഇന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയമില്ല. അപ്പം പൊതുമുതൽ നശിപ്പിക്കുക, റോഡ് തടസ്സപ്പെടുത്തുക, പൊതു ജീവിതത്തിന് തടസ്സമുണ്ട്, ഇതൊന്നും അല്ല ഒരു പൊതുപ്രവർത്തന മാനദണ്ഡമായി ഇന്ന് കണക്കാക്കുന്നത്. അപ്പോൾ സ്വാഭാവികം അങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ ഒരു പുതിയ തലമുറ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനമാണ് ജനങ്ങളെ വിദ്യാഭ്യാസം കൊടുക്കുക. അവർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ 5 വർഷത്തിലൊരിക്കലാണെങ്കിൽ പോലും ഒരു തവണയാണ് നമുക്ക് അധികാരം പ്രയോഗിക്കാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ അത് എത്രമാത്രം വൈസായിട്ട് ഉപയോഗിക്കണമെന്ന് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഉപദേശിച്ച് അവരെ നമ്മളുടെ പന്ഥാവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് 5 വർഷവും ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യുന്ന പ്രവർത്തനം, അല്ലേ? ആ ഒരു 10-20 സെക്കൻഡിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ 5 വർഷം കാത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ പറഞ്ഞ തല്ലുണ്ടാക്കുന്നതും കല്ലെറിയുന്നതും പൊതുമുതൽ നശിപ്പിക്കുന്നതും ഹർത്താൽ നടത്തുന്നതും കൊലപാതകം നടത്തുന്നത് പോലും ഈ ഒരു 20 സെക്കൻഡ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അവനെ അതിന് സജ്ജനാക്കുക എന്നുള്ളത് കാര്യം. പൊതുജനത്തെ അതിന് സജ്ജനാക്കണം. അവന് ആ 20 സെക്കൻഡിൽ അവനാ ബട്ടണിൽ അമർത്തുമ്പോൾ അവൻ്റെ ചിഹ്നം മാറിപ്പോരും. നമ്മൾ ഉദ്ദേശിക്കുന്ന ചിഹ്നത്തിൽ അയാളുടെ കൈ വരണം, അയാളുടെ മനസ്സ് അവിടെ എത്തണം. അപ്പോൾ അതിന് മാനസികമായി ജനങ്ങളെ സജ്ജമാക്കുക, ഒരു മാറ്റത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കുക, ഇതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടിസ്ഥാനപരമായ ദൗത്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായും ആശയപ്രചരണം വലിയ ഘടകമാണ്. നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ജനങ്ങളെ ബ്രൈബ് ചെയ്ത് ഭീഷണിപ്പെടുത്തി ഒന്നും അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ അങ്ങനെ നടന്നിരുന്നു. നമുക്കറിയാം, ബംഗാളിലും ഈവൻ കേരളത്തിലടക്കം ബൂത്ത് പിടിക്കുന്ന എത്രയോ സംഭവങ്ങൾ ഇന്നും കണ്ണൂർ ജില്ലയുടെ പല മേഖലകളിൽ നടക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ പൊതുമധ്യയുള്ള ഒരു BJPയെ പറ്റിയുള്ളൊരു ആരോപണത്തിൻ്റെ ഭാഗമായുള്ളൊരു ചോദ്യമാണ്. അതായത് വോട്ടർമാരെ വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു. വോട്ടർമാരെ വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് BJP ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്ന കാർഡാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കുവാൻ BJP ശ്രമിക്കുന്നു. ആ ഹിന്ദുത്വ രാഷ്ട്രം വന്നാൽ ഈ രാജ്യത്തിന് അത് അപകടമാകും എന്നും പറയുന്നു. എന്താണ് താങ്കൾക്ക് അതിനുള്ള അഭിപ്രായം? അതായത് നമ്മളിപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ വിലയിരുത്തലാണ്. ഇറ്റ്സ് ഓൾറെഡി ഹിന്ദു നേഷനാണ്. ഇത് നിർമ്മിക്കേണ്ട. തീർച്ചയായിട്ടും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നവരെന്ന് നമ്മൾ കുറച്ച് കാണുമ്പോഴാണ് നമുക്ക് ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നവരെന്ന അർത്ഥമല്ല. ഭാരതീയർ എന്നുള്ളതിൻ്റെ മറ്റൊരു വിളിപ്പേരാണ് ഹിന്ദുസ്ഥാൻ. നമുക്കറിയാം, അല്ലേ? ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ജയിക്കട്ടെ എന്നല്ലല്ലോ, അല്ല, ഹിന്ദുസ്ഥാൻ എന്നാണ് നമ്മുടെ രാഷ്ട്രം. അപ്പോൾ ഹിന്ദുസ്ഥാനത്തിലുള്ളവർ ഹിന്ദുക്കൾ അത്രേ ഉള്ളൂ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസം ഒരു ഘട്ടത്തിലും പ്രബലമായിരുന്നില്ല. ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ലെന്നും ഹിന്ദു എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ദേശീയമായ കാഴ്ചപ്പാടുകൾ നിലനിൽക്കണം. ഒരു രാഷ്ട്രത്തിന് എങ്ങനെയാണ് നിങ്ങൾ നോക്കുക, ഏതൊരു ലോകത്തിൽ പുരോഗമിച്ചിട്ടുള്ള ഏതൊരു രാഷ്ട്രവും അവരുടെ വേരുകൾ തിരിച്ചറിയുമ്പോഴാണ്. അവിടെ നിന്നാണല്ലോ നമ്മളുടെ തുടക്കം. അപ്പോൾ ഇവിടെ വരുന്ന പുതിയ തലമുറയിൽ ഈ രാഷ്ട്രത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് അവൻ എന്താണ് ഈ രാഷ്ട്രത്തോടുള്ള മമത? അത് വലിയൊരു വിഷയമാണ്, അല്ലേ? സ്വന്തം അച്ഛനോടും അമ്മയോടും അവന് തോന്നുന്ന മമത അവന് ഈ രാഷ്ട്രത്തോടും തോന്നണം. ആ തോന്നണമെങ്കിൽ അവൻ എന്ത് വേണം? ഈ രാഷ്ട്രം എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം, അല്ലേ? ഞാൻ എവിടെ ജനിച്ചു, ഞാൻ ആരുടെ പിൻഗാമിയാണ്, എന്താണ് ഞാൻ ജനിച്ച നാടിൻ്റെ പ്രത്യേകത, ഇതൊക്കെ തിരിച്ചറിയൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞു വരുന്ന ഒരു കുഞ്ഞിന് മാത്രമേ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്താണ് രാജ്യത്തിന് വേണ്ടത്, ഈ രാഷ്ട്രത്തിന് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയുന്നവനല്ലേ ഭരണത്തിൽ വരേണ്ടത്. രാഷ്ട്രത്തിന് വേണ്ടത് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അപ്പം അതാ ഞാൻ പറഞ്ഞ ഹിന്ദുത്വ എന്ന് പറയുന്ന വികാരം നിങ്ങൾ വീണ്ടും അതിനെ മതപരമായി ചുരുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആ ഹിന്ദു എന്നുള്ള എന്ത് പേര് വേണം ഉപയോഗിച്ചു, ഭാരതീയത പറഞ്ഞോളൂ. നമ്മുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുത്വം തന്നെയാണ് ദേശീയത. നമ്മുടെ നാഷണാലിറ്റി എന്താ? ഇവിടെ ഇപ്പം ഞാൻ ചോദിക്കാം, ഒരു ഇംഗ്ലീഷുകാരൻ്റെ നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ്, അല്ലേ? ഫ്രഞ്ചുകാരൻ്റെ നാഷണാലിറ്റി ഫ്രഞ്ച് എന്ന് പറയുന്നതാണ്, അതാണ്. അപ്പോൾ എന്താ ഇന്ത്യക്കാരൻ്റെ നാഷണാലിറ്റി?
ഇന്ത്യക്കാരൻ്റെ നാഷണാലിറ്റിയുടെ പേരാണ് ഹിന്ദുത്വം. മനസ്സിലായില്ലേ? അല്ലാതെ ഈ മതം അതിനകത്തൊരു ഘടകമേ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രം നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിനകത്തൊരു ആശയക്കുഴപ്പം വരും. നമ്മുടെ ഒരു വിചാരം 47-ന് ശേഷം ഉണ്ടായ രാജ്യമാണോ ഇത്? ആണോ? 947-ന് ശേഷമാണോ ഇന്ത്യ എന്നൊരു രാജ്യമുണ്ട്? അല്ല. അതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ലോകത്തിൽ തന്നെ ആദ്യത്തെ സംസ്കൃതി അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടായ നമ്മുടെ നാട്ടിലാണ്. നമുക്കറിയാമല്ലോ, ഹരപ്പൻ അല്ലേ, സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏൻഷ്യൻ്റ് സിവിലൈസേഷൻ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ തുടർച്ച, അല്ല അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. അവിടെ നിന്ന് വന്നവരാണ് നമ്മൾ. അപ്പോൾ 47-ൽ ബ്രിട്ടീഷുകാർ ഓടിപ്പോയി, അല്ലെ അവരിവിടെ നിന്ന് വിഡ്രോ ചെയ്തു. അതിനുശേഷം ഉണ്ടായ രാജ്യമല്ല ഇത്. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു മേക്ക് ചെയ്യുക, അതെനിക്കൊന്നും ജവഹർലാൽ നെഹ്റു കൊടുത്ത ഒരു റോങ് എന്നാണ് പറയുന്നത് പെർസെപ്ഷനാണത്. വി ആർ എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു നേഷൻ ഇൻ മേക്കിംഗ് ആയിരുന്നില്ല. മനസ്സിലായി? അതായത് സ്വാഭാവികമായും അന്നത്തെ കൊളോണിയൽ വൽക്കരണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു നയത്തിനെതിരായി രാജ്യത്തെ വിഘടിച്ച് കടന്നു വരുന്നവരെ ചേർത്ത് നിർത്തി ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം സൃഷ്ടിച്ചത് അപ്പോഴല്ല ഒരു രാജ്യം സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതെ, അപ്പോഴല്ല സൃഷ്ടിക്കപ്പെട്ടത്. അതിന് മുമ്പേ ഇന്ത്യ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ അല്ലെ ബ്രിട്ടീഷുകാർ അങ്ങനെയാണെങ്കിൽ ആരെയാ കീഴടക്കിയത്? ബ്രിട്ടീഷുകാർ ഇപ്പോൾ ആരെയാ കീഴടക്കിയത്? അല്ല, ബ്രിട്ടീഷുകാർ അതാണ് ഞാൻ ചോദിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് കോളനി ആയിട്ടുള്ളത് ഇന്ത്യ മാത്രമായിരുന്നോ? അല്ല. നിങ്ങളെന്താ മറ്റിടങ്ങളിലൊക്കെ പോയി സമരം ചെയ്യാൻ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാത്രമല്ലേ സമരം ചെയ്തത്? അപ്പോൾ ഇവിടെ രാജ്യം ഉണ്ടായിരുന്നു. അതിർത്തി വിട്ടത് അപ്പുറത്ത് പോഞ്ഞേ വിഘടിച്ച് കിടന്നവരെ ഒന്നിപ്പിച്ച് ചേർത്ത്. അല്ല, അങ്ങനെ വിഘടനമാണെങ്കിൽ പറഞ്ഞ് ഇറാൻ വിഘടിച്ച് കിടന്നാണ് നമുക്ക് പറയാമായിരുന്നല്ലോ. ചൈന വിഘടിച്ച് വേറെ. അപ്പോൾ എന്താ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞ്? അല്ല, നിങ്ങൾക്കൊരു ടെറിട്ടറി ഉണ്ടായിരുന്നു നമ്മുടെ സംസ്കാരത്തോട്. അതെ, ആ കൾച്ചറൽ ടെറിട്ടറി ഇവിടെ ഉണ്ടായിരുന്നു. ആ കൾച്ചറൽ ടെറിട്ടറിയാണ് ഇന്നൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് മാറി. അതായത് ഒരേപോലത്തെ സംസ്കാരം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളെ ചേർത്ത് വെച്ച് ഇന്ത്യ എന്ന രൂപത്തിലേക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇന്ത്യ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. പൊളിറ്റിക്കലി ഒരു ഇന്ത്യ ഉണ്ടാക്കി ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്ത്യ അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണെന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ത്യയുടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പറഞ്ഞ ഭൂവിഭാഗങ്ങൾ ഉള്ള കാര്യങ്ങളെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. എത്രയോ രാജ്യങ്ങൾ ഇന്ത്യൻ സിംഗപ്പൂർ കുറേ കാലം ബ്രിട്ടൻ്റെ ഉണ്ടായിരുന്നു, കുറേ കാലം ജപ്പാൻ കീഴടക്കി, വീണ്ടും ബ്രിട്ടൻ വരുന്നു. എന്തുകൊണ്ടാണ് നമ്മളാരും അവിടെ പോയി സമരം ചെയ്യാൻ? അത് നമ്മുടെ രാഷ്ട്രമല്ല നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ. ആണോ? ബോസ് അവിടെ ചെല്ലുമ്പോഴും അദ്ദേഹം ഒരു വിദേശിയായിട്ടാണ് അവിടെ ചെല്ലുന്നത് അല്ലേ? സിംഗപ്പൂർ വേറൊരു രാജ്യമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ അതിരുകളെ പറ്റി നമുക്ക് അന്നേ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അതിരുകളിൽ മാത്രം നമ്മുടെ സമരം ഒതുങ്ങി നിന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രം എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള, അപ്പോൾ ഈ മുമ്പ് പറഞ്ഞ സിന്ധു നദീതട സംസാര വേദ കാലഘട്ടം മുതലുണ്ടാകുന്ന ഒരു പരമ്പരയുടെ ബാക്കിയായിരുന്നു ഇത്. പക്ഷെ നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി ഭരണാധികാരികളുണ്ടായിരുന്നു. അവരൊന്ന് വിഘടിച്ച് നിന്നു എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് എന്ന് പറഞ്ഞതുപോലെയേ ഉള്ളൂ. അപ്പോഴും നമുക്കൊരു ടെറിട്ടറി ഉണ്ട്, ഒരു കൾച്ചറൽ ബോർഡർ നമുക്കുണ്ടായിരുന്നു. അവിടെയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആധുനിക ഭാഷയിൽ എന്ന് പറഞ്ഞാൽ എത്രമാത്രം എന്ന് പറയാം, കൺട്രി ആൻഡ് നേഷൻ, രാജ്യവും രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമുക്ക് പല രാജ്യങ്ങളുണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ രാഷ്ട്രം ഒന്നായിരുന്നു. ഇവിടെ തിരുവിതാംകൂർ, രാജ്യത്തിൽ വിഘടിച്ച് കിടന്നവരൊക്കെ ചേർത്ത് നിർത്തി. അല്ല, രാജ്യങ്ങൾ എപ്പോഴും വിഘടിച്ചാണ്. ഇപ്പോഴും ഹിന്ദിയിൽ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് അല്ലേ? നമുക്ക് പല സ്റ്റേറ്റുകളുണ്ട്, പക്ഷെ ആസ് എ നേഷൻ നമുക്ക് ഒന്നേ ഉള്ളൂ. പിടി കിട്ടിയോ? ഒരു രാജ്യ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദിയിൽ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ അതേപോലുള്ള രാജ്യങ്ങൾ ഇന്നും ഇല്ലേ? അത് ഇപ്പോൾ നമ്മളുടെ ഭരണഘടന പറയുമ്പോൾ തന്നെ എങ്ങനെയാണ്, സ്വതന്ത്രമായി സംസ്ഥാനങ്ങൾ ഭരിക്കപ്പെടുമ്പോഴും നമ്മൾ ഒരു സിംഗിൾ കൺട്രോളിൻ്റെ കീഴിലാണ്. പിടി കിട്ടിയോ? ഇത് തന്നെയാണ് പണ്ട് മുതലുണ്ടായിരുന്നത്. പല രാജ്യങ്ങൾ, നാട്ടുരാജാക്കന്മാർ, പല രാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ആകെ ചെയ്തത് രാഷ്ട്രീയപരമായി കോൺഗ്രസ് ഇന്ത്യക്കാരെന്ന് പറയും. കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ, ഇന്ത്യക്കാർ. അപ്പോൾ ഇന്ത്യയെ സൃഷ്ടിച്ചതിൽ കോൺഗ്രസിന് പങ്കില്ലായിരുന്നു. അന്ന് ഇന്ത്യക്കാരെല്ലാം കോൺഗ്രസ് ആണല്ലോ, അല്ലാത്തവരാരുണ്ടായിരുന്നു? എല്ലാവരും ബേസിക്കലി സ്വാതന്ത്ര്യ സമര രംഗത്ത് വരുമ്പോൾ ഇന്ത്യക്ക് ഒരു കോമൺ അംബ്രല്ല ആയിരുന്നു കോൺഗ്രസ്. അവിടെയും വ്യത്യസ്ത ആശയധാരകളുള്ളവരുണ്ട്. ചില ആൾക്കാർ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇന്ത്യയുടെ രൂപീകരണത്തിൽ ഭാഗമില്ലെന്നാണ് പറയുന്നത്. അതാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്. ഞാനാ ചോദിച്ചത്, ഇപ്പൊ പറഞ്ഞത് അല്ല, തോന്നിയത് അങ്ങനെയാണ്. അങ്ങനെയല്ലല്ലോ, ഞാൻ തിരിച്ചല്ലേ പറഞ്ഞത്. അന്ന് എല്ലാവരും കോൺഗ്രസ് ആണ്. അപ്പൊ മറ്റു പാർട്ടിക്കാരൊന്നും ഇല്ല. അല്ല, വ്യത്യസ്ത ആശയധാരകളുണ്ട്. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന സോണിയ കോൺഗ്രസ് അല്ല.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ദേശീയ പ്രസ്ഥാനമാണ്. അതിന് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ട്. ഈ പറഞ്ഞത് എന്താണ്, അന്ന് കമ്മ്യൂണിസ്റ്റ് ആശയധാര അതിലുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു, ദേശീയവാദികളുണ്ടായിരുന്നു, മുമ്പ് പറഞ്ഞ മിതവാദികൾ, നമ്മൾ പറയുന്ന പല ആശയധാരകൾ ഇതിലുണ്ട്. ഈ ബോസ് കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? പക്ഷെ അദ്ദേഹം അവസാനം കോൺഗ്രസ് അല്ലാതെ. അപ്പോൾ എല്ലാവരും കോൺഗ്രസ്സിലായിരുന്നു. അന്ന് നമ്മുടെ കോമൺ പ്ലാറ്റ്ഫോം ആയിരുന്നു കോൺഗ്രസ്. മുമ്പ് നമ്മളെ രാജ്യവും രാഷ്ട്രവും എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് ആയിരുന്നു നമ്മുടെ കോമൺ പ്ലാറ്റ്ഫോം. പക്ഷെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴാണ് വിവിധ പാർട്ടികൾ ഉണ്ടായി വരുന്നത്. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് കോൺഗ്രസിൻ്റെ ജന്മലക്ഷ്യം കഴിഞ്ഞു, അതവിടെ തീർന്നു. ഇന്നുണ്ടായിരിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിലുള്ള കോൺഗ്രസ്, അത് വേറെയാണ്. ആ രണ്ടിനെ തമ്മിൽ കമ്പയർ ചെയ്യരുത്. ആ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും സംഘടനയായിരുന്നു കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് കോൺഗ്രസ്സാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം ആര് നടത്തിയെന്ന് വെച്ചാൽ ഇന്ത്യക്കാരാണ് നടത്തിയത്. അതിനെ ഓർഗനൈസ് ചെയ്ത ഒരു ബോഡി നമുക്കുണ്ട്, ഒരു അപ്പെക്സ് ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് അതിന് ബന്ധമില്ല. ഈ BJPയുടെ ഭരണഘടന ഇതുമായി ബന്ധപ്പെട്ട് വായിച്ചപ്പോൾ BJPയുടെ ഭരണഘടനയിൽ വളരെ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മതേതരത്വം എന്ന് പറയുന്ന വാക്ക്, സെക്യുലറിസം എന്ന് പറയുന്ന വാക്ക്, അതിനെ പോസിറ്റീവ് സെക്യുലറിസം എന്നൊരു വാക്കുകൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് അതിൽ പറയുന്നുണ്ട്. ഈ മതേതരത്വത്തിൽ എന്താണ് പോസിറ്റീവ് സെക്യുലറിസം, നെഗറ്റീവ് സെക്യുലറിസം, എന്താണ് BJP അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ, നമ്മളതിനെ ഇൻ്റർനാഷണൽ കോണ്ടക്സ്റ്റിൽ മനസ്സിലാക്കണം. മറ്റു നാടുകളിൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതനിരാസമാണ്, മനസ്സിലായോ? നെഗേഷനാണ്, അതിനെ നിഷേധിക്കലാണ്, മതമില്ലാത്ത അവസ്ഥയാണ് അവിടെ മതേതരത്വം. ഭാരതത്തിൽ നെഗേഷൻ അല്ല, എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുള്ള മതത്തിന്റെ പ്രസൻസ് ആണ് നമുക്ക് മതേതരത്വം. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന മതേതരത്വം അല്ല, അങ്ങനെ പറ, മൊത്തം കേൾക്കുക. അതായത് നമുക്ക് മതം ഉള്ളപ്പോഴാണ് മതേതരത്വം, മറ്റേത് മതം ഇല്ലാത്ത മതേതരത്വമാണ്. മനസ്സിലായോ? അതിനെ നെഗേറ്റ് ചെയ്യുകയാണ്, അതിനെ നിഷേധിക്കുകയാണ്. BJP പറയുന്നു നമ്മളുടെ മതേതരത്വം ഭാവാത്മക മതേതരത്വമാണ്. അതിനെയാണ് നമ്മൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞു സർവധർമ്മ സമഭാവന, എല്ലാവരും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. പിടികിട്ടിയോ? അതാണ് റിയൽ മതേതരത്വം. മറ്റേത് മതേതരത്വമല്ല. മതത്തിനെ നിങ്ങൾ നെഗേറ്റ് ചെയ്യുന്നു. മതം വേണ്ട, മതത്തെ ഒഴിച്ചു നിർത്തുകയാണ്. ഭരണത്തിൽ നിന്ന് മതം ഒഴിഞ്ഞു നിൽക്കണം. ഇല്ല, ഭരണത്തിൽ നിന്ന് മതം ഒഴിഞ്ഞു നിൽക്കണം, പൊതു ഇടങ്ങളിൽ നിന്ന് മതം ഒഴിഞ്ഞു നിൽക്കണം. ഇതാണല്ലോ നിങ്ങൾ മതേതരത്വം എന്ന സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിച്ചത് മറ്റു രാജ്യങ്ങൾ, ഇവിടെ ഇന്ത്യയിലായാലും BJP ഇതര പ്രസ്ഥാനങ്ങൾ പറയുന്ന മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, എനിക്കറിയില്ല, ഞാനിത് തീർത്തോട്ടെ. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ? മതത്തെ ഒഴിച്ചു നിർത്തലാണ്, അതിനെ അകറ്റി നിർത്തുമ്പോൾ. അല്ല, കോൺഗ്രസ് അതിൽ നിലപാട് പറഞ്ഞിരിക്കുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളും. അല്ല, ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂലല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച എന്താണ് BJPയുടെ പോസിറ്റീവ് മതേതരത്വം എന്ന് ചോദിച്ചതിന് മറുപടി മറ്റു പാർട്ടികൾ അങ്ങനെയല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയല്ല, അതെ, അവർ പറയുന്നത് എന്താണ്? മതത്തെ ഒഴിച്ചു നിർത്തലാണ്, പൊതു ഇടങ്ങളിൽ നിന്ന് മതം ഒഴിഞ്ഞു നിൽക്കുക, അതാണ് അവരുടെ മതേതരത്വം. അല്ല, അതാണ് ഞാൻ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. ആദ്യം BJPയുടെ കാര്യം പറയട്ടെ. അപ്പൊ നമ്മളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതു ഇടങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നതല്ല മതേതരത്വം. എല്ലാവരെയും ഒരുപോലെ കാണുന്നതിനെയാണ് നമ്മൾ മതേതരത്വം. അതുകൊണ്ടാണ് ഭാവാത്മക മതേതരത്വം അല്ലെങ്കിൽ സർവധർമ്മ സമം. നമ്മൾ ആരെയും സഹിക്കലല്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ഒരാൾക്ക് ഒരു സഹികെട്ട്, അല്ലെങ്കിൽ നമ്മൾ അയാളെ സഹിക്കാൻ വേണ്ടി, അയാളെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അയാളെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത് ത്യാഗം സഹിക്കലാണ് മതേതരത്വം. BJPയെ സംബന്ധിച്ച് അതല്ല മതേതരത്വം. BJP പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് ഇവിടെ ഇറലവൻ്റ് ആണ്, നിങ്ങളുടെ വിശ്വാസം എന്തുമായിക്കൊള്ളട്ടെ, ദേശീയത എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് BJP ഭാവാത്മക മതേതരത്വം എന്നതിനെ വിശേഷിപ്പിച്ച് എല്ലാവരും ഒരുപോലെ കാണുക. അവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ റൈറ്റ്സ് ഇല്ല, സർവ്വമത സമഭാവന. അവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ റൈറ്റ്സ് ഇല്ല, നിങ്ങൾക്ക് ഒഴിവാക്കലില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ. ഇന്ത്യൻ സിറ്റിസൺ ആണോ, നിങ്ങളുടെ വിശ്വാസം എന്തുവാ, ഞാനതാ പറഞ്ഞത്. അത് ഇന്ത്യയുടെ ഒരു യഥാർത്ഥ ചരിത്രം പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറഞ്ഞൊരു പേഴ്സണൽ ചോയ്സ് ആയിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മതത്തിന് രാഷ്ട്രത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാജാക്കന്മാരും അവരുടെ മതത്തെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. എക്സെപ്റ്റ് ഒരേ ഒരു രാജാവാണ് അത് കൊണ്ടുവന്നത്, അത് അശോകനായിരുന്നു. അശോകൻ മാത്രമാണ് തൻ്റെ മതമാണ് രാഷ്ട്രത്തിൻ്റെ മതമെന്ന് പ്രഖ്യാപിച്ചത്. ബുദ്ധമതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. നിങ്ങൾ ഇന്ത്യയുടെ ശരിയാണെന്നാണ് പറയുന്നത്. അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. ശരിയാണെന്നാണോ ഞാൻ പറഞ്ഞത്? അതായത് ഇന്ത്യയിലെ ഒരു രാജാക്കന്മാരും അങ്ങനെ ചെയ്തിട്ടില്ല, അശോകൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതൊരു എക്സെപ്ഷൻ കേസാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ പാരമ്പര്യം ഇപ്പം എന്താ? അധികാരിയുടെ മതം എതുവായിക്കൊള്ളട്ടെ, ഭരണാധികാരിയുടെ മതം എതുവായിക്കോട്ടെ, അത് ജനങ്ങളെ ബാധിക്കുന്നില്ല. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഹൈദരാബാദ് നൈസാം ഉണ്ടായിരുന്നു, അല്ലേ? നൈസാമാണ് ഭരണാധികാരി. ഹൈദരാബാദിൽ ഹിന്ദുക്കളായിരുന്നു കൂടുതൽ.
മനസ്സിലായോ? ജമ്മു കാശ്മീർ മഹാരാജ ഹരിസിംഹനായിരുന്നു രാജാവ്, അവിടെ മുസ്ലിങ്ങളാണ് കൂടുതൽ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയായിരുന്നു നമ്മുടെ രീതികൾ. ഇതിനെ വികലമാക്കിയത് ആധുനിക രാഷ്ട്രീയം. നമുക്കൊരു പരിധിവരെ നമ്മൾ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് എന്തുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയിൽ എഴുതാതിരുന്നത്? BR അംബേദ്കർ മണ്ടനായിട്ടാ? അഡ്രസ്സ് ചെയ്യണ്ടേ? നമ്മൾ പുതിയ തലമുറയെങ്കിലും അഡ്രസ്സ് ചെയ്യണ്ടേ? ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം ഒന്നും വാക്കുണ്ടായിരുന്നില്ല. BR അംബേദ്കർ ലോകത്തിലെ എല്ലാ ഭരണഘടനയും പരിശോധിച്ച ആളാണ് അല്ലേ? BR അംബേദ്കർ ഇൻ ദ സെൻസ് അവരുടെ കമ്മിറ്റി അല്ലേ, ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി തലവനായിരുന്നു അംബേദ്കർ. അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ലോകത്തിൽ അന്ന് ലഭ്യമായിട്ടുള്ള ലിഖിതവും അലിഖിതവുമായ എല്ലാ ഭരണഘടനയും അവർ പരിശോധിച്ചു. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു, ഇന്ത്യയുടെ പാരമ്പര്യം നോക്കി. എന്നിട്ട് അവരെന്താ തീരുമാനം എടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് വേണ്ട. എന്തുകൊണ്ടാണ്? ബൈ ബർത്ത് നമ്മൾ മതേതരരാണ്.